അപകടത്തിലാണ് സിനിമ സീരിയൽ നടൻ സന്തോഷ് നായർ. ഇതിരിക്കെയാണ് ആദ്യം സംഭവിച്ചത്. സന്തോഷ് നായരും ഭാര്യയും നിർമ്മിച്ച കാർ അപകടനിരയാക്കി വെച്ച ദുബൈയുമായി ഇരിക്കുകയായിരുന്നു. രാവിലെയാണ് അപകടം മോഹിനിയാട്ടമാണ് അവസാനമായ ഇതിലെ നായകൻ സഹനടൻ ഹാസ്യനടൻ എന്നീ വേഷങ്ങളുടെ മധ്യത്തിൽ ശ്രദ്ധേയമായ സജീവമായിരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിറങ്ങും. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. അഞ്ചാറ് ഗോപാലൻ എന്ന ആനയാണ് ഇഴഞ്ഞത്. ഇടയ്ക്ക് എഴുന്നേറ്റത്തിന് ശേഷം ദിവസത്തിന്റെ ഫലമായ മഹാത്മാരായി വിളിക്കാൻ സമീപമുള്ള പറമ്പിൽ ആനയാണ് ഇഴഞ്ഞത്. പറമ്പിലെ ചേച്ചി കാട്ടുകൾ ആന തെങ്ങുമാർത്തിച്ചു. എലിഫന്റ് സ്ക്വാഡുകളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമ ഫലമായാണ് ആനയെ ഇറക്കുകയായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3-ാം തവണയാണ് ആന ഇഴഞ്ഞത്. വെള്ളിയാഴ്ച വാഴവാടി കാശിനാഥൻ എന്ന ആനയെ ഇഴഞ്ഞ പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയിരുന്നു. അതിന് അടുത്ത ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആന ഇഴഞ്ഞത് പാപ്പാനെ തോൽവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാതെ തുടർന്നറിയുന്ന അഞ്ചാറ് ഗോപാലൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇത് സംഭവം ഉണ്ടായത്. മണ്ണാട് ഗോപാലൻ എന്ന ആനയാണ് ഇറങ്ങിയത്. ഇടയ്ക്ക് ഫലമായ മഹാത്മാരാജകൾക്ക് സമീപമുള്ള പറമ്പിലാണ് സംഘങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമം ഫലമായി ആനയെ കാഴ്ചയ്ക്കായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിന് 3-ാം തവണയാണ് ആന. കോഴിക്കോട് തിരുവമ്പാടി തുന്നകളിൽ വീട്ടുമുറ്റത്ത് നിന്നും 4 മീറ്ററിലധികം വലിപ്പമുള്ള കൂറ്റൻ രാജവെമ്പാനെ പിടികൂടി. റോഡിന്റെ മുറ്റത്തുനിന്നാണ് ഇന്നലെ രാത്രി 9 വകുപ്പിന്റെ കമ്പയർ കടന്നോടും രാജവെമ്പാനെ പിടികൂടിയത്. റോഡിലൂടെ പോകുന്ന ആ വീട്ടിലേക്ക് പാമ്പ് കയറി പോകുന്നതിനാണ് വീട്ടുകാർ വനംവകുപ്പിന്റെ ഭാഗമായാണ് കമ്പയർ ടെസ്റ്റ് ചെയ്തത്. ആലപ്പുഴ മാങ്ങാടിൽ നിരോധിച്ച പാമ്പുകളുടെ ഏറ്റവും വെട്ടിശ്ശേരി സ്വദേശി ഭൂമിയുടെ കടിയേറ്റത്. വീടിന്റെ അടുക്കള മാർഗമാണ് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി അപകടമില്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ 7 ജന്തുക്കളുടെ വിഹാരശേഷമാണ് പറമ്പിലെ കാട് വെട്ടിത്തളിക്കണമെന്ന് 2 തവണ ആവശ്യപ്പെട്ടത്. യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. മലപ്പുറം തുവ്വൂരിൽ സംരക്ഷണ ഭിത്തി റെയിൽവേ പാളത്തിലേക്ക് ഇടിഞ്ഞു വീണു. റെയിൽവേ കമാൻഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. പുലർച്ചെ 3:20 എങ്ങോട്ടേക്ക് കടന്നു പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് അപകടം. മണ്ണിടിച്ച് വീണ് ട്രെയിനിന് കേടുപാടുകൾ പറ്റി. പാതയിൽ ഏറെ നേരം ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മലപ്പുറം തുവ്വൂരിലാണ് സംരക്ഷണ ഭിത്തി റെയിൽവേ പാളത്തിലേക്ക് ഇടിഞ്ഞു വീണത്. റെയിൽവേ കമാൻഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് പുലർച്ചെ 3:20 കൂടി ട്രെയിൻ കടന്നു പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് അപകടം ഉണ്ടായത്. മണ്ണിടിച്ച് വീണ ട്രെയിനിന് കേടുപാടുകൾ സംഭവിച്ചു. പാതയിൽ ഏറെ നേരം ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. ബ്രിട്ടീഷുകാരുടെ അത് നിർമ്മിച്ച കമാൻഡ് മത്സരിയാണ് നടന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനുള്ള ചെറിയ ശക്തമായ മഴയ്ക്കും കാറ്റിനുമാണ് ശക്തമായ മഴയ്ക്ക് ഇത്രയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ്. നാളെ 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് മഴ.
ഡ്രോൺ അവശിഷ്ടം പതിച്ച് തീ പടർന്ന് മൂന്നടിക്കാനാണ് അതിൽ രണ്ട് വീശികളൊക്കെ നൽകിയിട്ട് വീട്ടിൽ 4 സ്ത്രീകൾ അങ്ങനെ മണിക്കൂറിൽ 5 തവണ ഉണ്ടായതോടെ ഇവയിലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയെ ശേഷം ആദ്യമായാണ് ഗൾഫ് രാജ്യങ്ങളിലാണ് സുരക്ഷ ഉറപ്പാക്കണമെന്നും കപ്പലുകളിലെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനും പത്തനംതിട്ട കഞ്ഞിത്തോട് അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തൊടുപുഴ സ്വദേശി സുഭാഷാണ് അറസ്റ്റിലായത്. കഞ്ഞിത്തോട് മേടപ്പാറ സ്വദേശിയായ യുവാവിനെയാണ് പ്രതി വാർദ്ധക്യം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ വാക്കുതർക്കത്തിനിടെയായിരുന്നു കാസർഗോഡ് കരക്കേട് ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സുകാരി പല്ലവി സൂചിയുടെ ചരിത്ര പ്രദർശനം ചട്ടിക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ഈ 4 മുതൽ 8 വരെ പ്രദർശനം. ഇതിൽ മാധവൻ ഗുരുക്കൾ സ്മാരക ചിത്രകലാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ് പല്ലവി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിദ്യ വളത്തിൽ പുത്തൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്ര പ്രദർശനം കാണാൻ 100 പേരാണ് ക്ഷേത്രത്തിൽ കവിത ഗോൾഡൻ സ്വർണ്ണം സ്വർണ്ണം 22 ഗ്രാമിന് 13,675 രൂപ, പവന് 1,09,400 രൂപ. സ്വർണ്ണം 15 ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. വെള്ളി ഗ്രാമിന് 2,55,000 രൂപ. കവിത ഗോൾഡൻ സ്വർണ്ണം IPL ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഉജ്ജ്വല വിജയം. പാകിസ്ഥാനിൽ നടന്ന മത്സരത്തിൽ ലക്നൗ ഇന്ത്യക്ക് 229 റൺസെന്ന സൂചനയിൽ 8 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടമായി. IPL ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയ സൂപ്പർ താരം രോഹിത് ശർമ്മയുടെ കനത്ത ബാറ്റിംഗ് എടുത്തു. 32 പന്തിൽ 83 റൺസ് എടുത്ത റിയാൻ രോഹിത് ശർമ്മ 44 പന്തിൽ 84 റൺസ് നേടി വിജയത്തോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായി. 6ാം തോൽവിയോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലേക്ക് തുടരുന്ന ലക്നൌവിന് പ്ലേ ഓഫ് എത്താൻ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ